മുതൽ തുടങ്ങിയിട്ടുള്ള അനാദരവിന്റെയും ധിക്കാരത്തിന്റെയും പ്രതികരണം, ആ പ്രതികരണത്തിലൂടെ എല്ലാ അർത്ഥത്തിലും ശമിക്കപ്പെട്ടവനായി അവൻ മാറിയെങ്കിൽ അവിടെ നിന്ന് തുടങ്ങി തങ്ങളുടെ ജന്മത്തിന് സാക്ഷ്യമാകുന്ന സന്ദർഭത്തിൽ അസ്വസ്ഥതയുടെ പ്രതികരണങ്ങളടക്കം ഇങ്ങോട്ട് തുടങ്ങിയാൽ മനുഷ്യകുലത്തിന്റെ തന്നെ ആജീവനെന്ന ശത്രു അതും മുബീൻ എന്ന കൃത്യമായി പരിചയപ്പെടുത്തിയപ്പെട്ടിട്ടുള്ള മനുഷ്യകുലത്തിന്റെ ശത്രു സഹോദരങ്ങളെ, ആ യഥാർത്ഥത്തിൽ അറിവിനോട് വിരോധം, അറിവുകൊണ്ടുള്ളാകുന്ന വളർച്ചയോട് വിരോധമാക്കുക എന്നതിന്റെ ഉത്തരമാണ് പൈശാചികത്വത്തിന്റെ വഴിയിലുള്ളവർക്ക്, പിശാചിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നവർക്ക്. അവർക്കാണ് എപ്പോഴും അറിവിനോട് യഥാർത്ഥത്തിൽ വിരോധമുണ്ടായിട്ടുള്ളത്. പക്ഷേ അങ്ങനെ വിരോധമുണ്ടാകുമ്പോഴും പ്രതികരിക്കുമ്പോഴും അതേ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോഴും